ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 മെയ് മാസഫലം വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതാണ്. അതായത് വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മെയ് മാസം എങ്ങനെയാകും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ വൃശ്ചികക്കൂറുകാരുടെയും വൃശ്ചിക ലഗ്നക്കാരുടെയും ഫലം പറയുന്നതിന് മുമ്പ് വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും മെയ് മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ മെയ് മാസത്തെ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മ ലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വ, ആ ചൊവ്വ 9 നീചരാശിയിൽ സഞ്ചരിക്കുന്നു. സൂര്യനാണെങ്കിൽ മെയ് 15 6 നിന്നും 7 രാശി മാറുന്നു. ബുധൻ മെയ് 7 5 നിന്നും 6 23 6 നിന്ന് 7 ബുധൻ രാശി മാറുന്നു. ഗുരു ആണെങ്കിൽ മെയ് 14 7 നിന്നും 8 രാശി മാറുന്നു. ശുക്രൻ 5-ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതിയിലാണ്. മെയ് 31 ആ ശുക്രൻ 6 രാശി മാറുന്നു. ശനി 5 സ്ഥിതി തുടരുന്നു. മെയ് 18 രാഹു 5 നിന്ന് 4 കേതു 11 നിന്ന് 10 രാശി മാറുന്നു. ഇതാണ് മെയ് മാസത്തിലെ വൃശ്ചികക്കൂറുകാരുടെ ഗ്രഹസ്ഥിതി. അപ്പം ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് വൃശ്ചികക്കൂറുകാരുടെ ആരോഗ്യസ്ഥിതി ആദ്യം നോക്കാം. ഇപ്പം ജന്മരാശ്യാധിപൻ ചൊവ്വയാണ്. ആ ചൊവ്വ 9 നീചസ്ഥിതനാണ്. അപ്പം ആദ്യ പകുതിയൊക്കെ ഗുരു 7 നിന്ന് ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. എങ്കിലും ആരോഗ്യ കാര്യത്തിൽ നമ്മൾ അല്പം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ ബോഡി പെയിൻ, ഒരു ആലസ്യം, ഉന്മേഷക്കുറവൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അവസാന പകുതി ഈ രാഹു 4 രാശി മാറുന്നു. 4 കുജൻ്റെ ദൃഷ്ടിയുള്ള സമയമാണ്. അപ്പോൾ നമുക്കൊരു മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കം ഈ കുറുകാർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ചിലർക്കാണെങ്കിൽ ഗ്യാസ്ട്രോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, ഇൻഡൈജഷൻ, അതായത് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനും സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ഗുരു അഷ്ടമത്തിലേക്ക് മെയ് 14 രാശി മാറുകയാണ്. അത് പൊതുവേ നമുക്ക് മനസ്സുഖം കുറയാൻ ഇടയാകും. പ്രത്യേകിച്ച് ആ ഗുരു 5-ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ കുടുംബത്തിൽ ആർക്കെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യത ഉണ്ടായെന്ന് വരാം. ഇപ്പോൾ നമ്മൾ ഈ വാഹനം ഒക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു കെയർ കൊടുക്കണം. പ്രത്യേകിച്ച് 4-ാം ഭാവരാശിയിൽ രാഹുവും 4 ആ കുജൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ്. പൊതുവെ നമുക്ക് ബന്ധുക്കളിൽ നിന്നൊക്കെ സുഖാനുഭവം കുറയാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ കൂറുകാരുടെയും ലഗ്നക്കാരുടെയും തൊഴിൽ സാഹചര്യം എങ്ങനെയെന്ന് നോക്കാം. അപ്പം 10-ാം ഭാവാധിപൻ എന്ന് പറയുന്നത് സൂര്യനാണ്. ആ സൂര്യൻ ആദ്യ പകുതി 14 വരെ 6 സഞ്ചരിക്കുന്നു. ക്രമേണ സൂര്യൻ 7 രാശി മാറുന്നു. അതുപോലെ ഈ 18 മുതൽ 10 ആ 11 നിൽക്കുന്ന കേതു രാശി മാറുകയാണ്. ഇപ്പം തൊഴിലിൽ നമ്മൾ ശ്രദ്ധ കൂട്ടേണ്ടുന്ന സമയമാണ്. മേലധികാരികളുമായിട്ട് ഭിന്നത ഉണ്ടാകാതെ നോക്കണം. പൊതുവെ ഈ കർമ്മസ്ഥാനത്തേക്ക് ഈ കേതു വരുമ്പോൾ ഈ തൊഴിലിൽ ഒരു തൃപ്തിയില്ലായ്മ, ഒരു സംതൃപ്തിക്കുറവ്, ചിലപ്പോൾ തൊഴിലിടത്ത് വർക്ക് പ്രഷറൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ, കേസുകൾ ഒക്കെ ഉണ്ടാകാം എന്നതിനാൽ നമ്മൾ ഈ പ്രധാന കാര്യങ്ങളിലൊക്കെ തീരുമാനം എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പം 10 കേതു പൊതുവെ തൊഴിലിൽ ഒരു താല്പര്യക്കുറവ് ഉണ്ടാക്കും, ആലസ്യം ഉണ്ടാക്കും. അതുപോലെ ഒരു കാരണവുമില്ലാതെ തന്നെ തൊഴിലിൽ ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് വർക്ക് ഫിനിഷ് ചെയ്യുന്നതിൽ ഒരു കാലതാമസമൊക്കെ ചിലപ്പോൾ നേരിട്ടെന്ന് വരാം. പ്രത്യേകിച്ച് അവസാനത്തെ 2 വാരം. അതുപോലെ അങ്ങനെ വർക്കൊക്കെ സമയത്തിനൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്യാൻ കഴിയാതെയൊക്കെ വരുമ്പോൾ മേലധികാരികളുടെയൊക്കെ ഒരു അസന്തുഷ്ടി ചിലപ്പോൾ ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വർക്കിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടാകാം.
ഇപ്പം തൊഴിൽ, ഇതൊക്കെ നമുക്ക് തൊഴിൽ മാറണമെന്നുള്ള ഒരു പ്രേരണയൊക്കെ ചിലപ്പോൾ ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തൊഴിൽ അന്വേഷകർക്ക് ആദ്യ പകുതി പൊതുവെ അനുകൂലമാണ്. അവർക്ക് കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിൽ, ടെസ്റ്റിൽ, ഇൻ്റർവ്യൂകളിലൊക്കെ മികവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ്. സൂര്യൻ 6 നിൽക്കുന്ന സമയം. അതുപോലെ സ്പിരിച്വൽ വർക്ക്, അതുപോലെ ഹീലിംഗ് പ്രൊഫഷൻ, ആതുര സേവന മേഖല, ഇവയിലൊക്കെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് 10 കേതു വലിയ ദോഷമുണ്ടാക്കില്ല, ഗുണം ചെയ്യും എന്ന് പറയാം. ഇപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ആദ്യ പകുതി ഗുണാനുഭവം പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ഈ കൂറുകാരുടെ ബിസിനസ് സ്ഥിതി. ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതിയൊക്കെ ഗുണകരമാകും. എങ്കിലും അവസാനത്തെ പകുതി ബിസിനസ് എക്സ്പാൻഷന് അനുകൂല സമയമായിട്ട് കാണുന്നില്ല. അപ്പം ബിസിനസ് സംബന്ധമായിട്ടുള്ള ഒരു തീരുമാനം അവസാനം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ആദ്യ പകുതി ഈ ഗുരു 7 സ്ഥിതി ചെയ്യുന്നുണ്ട്. അവസാനത്തെ പകുതി ആ ഗുരു അഷ്ടമത്തിലേക്ക് രാശി മാറുന്നു. അപ്പോൾ ഈ 7ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. അത് പ്രത്യേകിച്ച് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകാർക്ക് വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല. അപ്പോൾ ആദ്യത്തെ 2 വാരം ഈ ഗുരുവും ശുക്രനും ഒക്കെ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് അത് ബിസിനസ്സിൽ ഗുണാനുഭവം ഉണ്ടാക്കും. സ്പെക്കുലേറ്റീവ് തലത്തിൽ ഗുണം ചെയ്യുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ബിസിനസ് പ്രൊഫഷണൽസ് പ്രത്യേകിച്ച് അവർ ഏറ്റെടുത്ത പദ്ധതികളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ്. വിദേശ വിപണനം നടത്തുന്നവർക്ക് വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല. ഇനി നമുക്ക് വിദ്യാർത്ഥികളുടെ സ്ഥിതി ഇങ്ങനെ നോക്കാം. ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബുധനും ശുക്രനും ഒക്കെ 5 സഞ്ചരിക്കുന്ന സമയമാണ്. അതുപോലെ 5ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആണെങ്കിൽ 7 ആദ്യത്തെ 2 വാരം സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യ പകുതിയൊക്കെ ജന്മരാശിയിലൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുമുണ്ട്. ഗുരു ശുക്ര പരിവർത്തന യോഗമൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ ആദ്യ പകുതി പഠനത്തിന് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിട്ട് കാണുന്നുണ്ട്. എങ്കിലും ഈ ശുക്രനുമായിട്ടുള്ള ഒരു ബന്ധമൊക്കെ വരുമ്പോൾ 5 ശുക്രനൊക്കെ സ്ഥിതി ചെയ്യുന്ന സമയമൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഒരു ഡൈവേർഷൻ അല്ലെങ്കിൽ അതർ ആക്ടിവിറ്റീസിലൊക്കെ ചിലപ്പോൾ മനസ്സ് ഫോക്കസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡൈവേർഷന് സാധ്യതയുള്ളതുകൊണ്ട് അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. മാത്രമല്ല ശുക്രനും രാഹുവും ഒക്കെ 5 വരുന്നത് ഒരു പ്രത്യേകിച്ച് ഈ പ്രണയ ചിന്തകളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പ്രണയ ചിന്തകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അത് പഠനത്തിൽ ഒരു താല്പര്യക്കുറവ് ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ അതർ ആക്ടിവിറ്റീസ് നമ്മുടെ പഠനത്തെ ബാധിക്കുന്നുണ്ടോ എന്ന് ഈ കുറുകാർ വിലയിരുത്തണം. അപ്പോൾ പഠനത്തിൽ ശ്രദ്ധ കൂട്ടേണ്ടുന്ന സമയം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവസാനത്തെ പകുതിയാവുമ്പോൾ ഈ 5ാം ഭാവാധിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിലേക്ക് മാറുകയാണ്. അത് പഠനത്തിൽ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാം, ഒരു താല്പര്യക്കുറവുണ്ടാക്കാം. അതുപോലെ നമുക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കുന്നതിലൊക്കെ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. പ്രത്യേകിച്ച് ഈ പഠന സംബന്ധമായ കാര്യങ്ങളിൽ, അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങളിൽ ഒക്കെ ഒരു സംശയമൊക്കെ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ക്രിയേറ്റീവ് തലത്തിലും അതുപോലെ തന്നെ പഠന തലത്തിലും കലാതലങ്ങളിലുമൊക്കെ നമുക്ക് ഒരു ജാഗ്രത വേണം. പ്രത്യേകിച്ച് 5ാം ഭാവാധിപൻ എന്ന് പറയുന്ന ആ ഗുരു അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ അതേസമയം വിദ്യാഭ്യാസ വായ്പകൾ കിട്ടുന്നതിന് ഉള്ള ചിലപ്പോൾ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. അതുപോലെ അപ്പോൾ ഈ സമയത്തൊക്കെ വിദ്യാർത്ഥികൾ ഗ്രൂപ്പായിട്ടൊക്കെ പഠനം നടത്തുന്നതും ഈ പ്രയാസ വിഷയങ്ങളൊക്കെ റിവൈസ് ചെയ്ത് പഠിക്കുന്നതും അവരുടെ ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കാൻ ഒരു തീവ്ര ശ്രമമൊക്കെ നടത്തുന്നതും പ്രത്യേകിച്ച് അവർക്ക് പഠനത്തിൽ അതുവഴി ഗുണമുണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി നമുക്ക് ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 2ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ഗുരുവാണ്. ആ ഗുരു ആദ്യ പകുതി ഇഷ്ടസ്ഥാനത്ത് നിൽക്കുകയാണ്. ജന്മരാശിയിലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. 11ലേക്ക് ശനിയും ശുക്രനും അതുപോലെ ഗുരുവൊക്കെ ബുധനും ആ 11 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ആദ്യത്തെ പകുതിയൊക്കെ ആവുമ്പോൾ ആ 11 കേതു ഉണ്ട്. അപ്പോൾ ആദ്യ പകുതി കേതു ഒക്കെ 11 നിൽക്കുന്നതും മറ്റു ഗ്രഹങ്ങളുടെ 11ലേക്ക് ദൃഷ്ടിയൊക്കെ വിവിധ സോഴ്സുകളിൽ നിന്നൊക്കെ ഉള്ള ധനാഗമത്തിന് സാധ്യത കാണിക്കുന്നുണ്ട്. എങ്കിലും
നമുക്ക് ഈ ക്രമേണ ഈ 11-ൽ നിൽക്കുന്ന ആ കേതു 9-ലേക്ക് 11-ൽ നിൽക്കുന്ന കേതു 10-ലേക്ക് രാശി മാറുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു ധനാഗമത്തിൽ ഒരു ഫ്ലക്ച്വേഷൻ ചിലപ്പോൾ അവസാനത്തെ ആ പകുതിയിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഗുരുദൃഷ്ടിയൊക്കെ 12-ലേക്ക് വരുന്ന സമയമാണ്. അത് ചിലപ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ധനച്ചെലവ് ഉണ്ടാക്കാം, പ്രത്യേകിച്ച് അവസാനത്തെ പകുതി. അതുപോലെ 2-ാം ഭാവാധിപനായിട്ടുള്ള ആ ഗുരു അഷ്ടമത്തിൽ നിന്നുകൊണ്ട് 2-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം 2-ാം ഭാവത്തിന് ഒരു പുഷ്ടി വരുന്നുണ്ട്. അതപ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് സോഴ്സിൽ നിന്നുള്ള ഒരു ധനാഗമം ഈ കൂറുകാർക്ക് അവസാനത്തെ പകുതി കിട്ടുന്നതിന് സാധ്യത കാണുന്നുണ്ട്. ഇനി നമുക്ക് വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതമൊക്കെ എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതി അനുകൂല സ്ഥിതിയാണ് കാണുന്നത്, അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. പ്രത്യേകിച്ച് ആ 7-ലെ ഗുരു, 7-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ ആ ഗുരുവിൻ്റെ ക്ഷേത്രത്തിൽ 5-ല് ആ ഗുരു ശുക്ര പരിവർത്തന യോഗമൊക്കെ പ്രത്യേകിച്ച് വിവാഹം ആലോചിക്കുന്നവർക്ക് ഗുണാനുഭവം നൽകും. അവസാനത്തെ പകുതി ആലോചനയിലേക്ക് ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായെന്ന് വരാം. ഇപ്പോൾ 7-ലേക്കൊക്കെ പ്രത്യേകിച്ച് സൂര്യൻ്റെയൊക്കെ രാശി മാറ്റം വരുന്നുണ്ട്. അപ്പോൾ സൂര്യൻ 7-ലേക്ക് രാശി മാറുന്നു, ഗുരുവാണെങ്കിൽ അഷ്ടമത്തിലേക്ക് രാശി മാറുന്നു. അത് അത്രത്തോളം അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് കാണുന്നില്ല, പ്രത്യേകിച്ച് വിവാഹം ആലോചിക്കുന്നവർക്ക്. അതുപോലെ നമ്മൾ വിവാഹ നിശ്ചയത്തിനൊക്കെ ഒരു കാലതാമസമൊക്കെ ചിലപ്പോൾ അവസാനത്തെ പകുതി നേരിട്ടു എന്ന് വരാം. ഇനി നമ്മൾ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതി അവർക്ക് അനുകൂല സമയമാണ്. 5-ാം ഭാവാധിപൻ 7 നിൽക്കുകയാണ്. അവസാനത്തെ പകുതി അത്രത്തോളം ഗുണകരമല്ല. 5-ാം ഭാവാധിപൻ അഷ്ടമത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ പ്രണയബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടായെന്ന് വരാം. അപ്പോൾ ചിലർക്ക് ആദ്യ പകുതി ഈ പ്രണയബന്ധം തന്നെ വിവാഹത്തിലേക്കൊക്കെ എത്തുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ഇനി ദാമ്പത്യ ബന്ധത്തിൽ വരുമ്പോൾ നിലവിലെ സ്ഥിതി ഏകദേശം ആദ്യത്തെ ആ പകുതി അങ്ങനെ തന്നെ തുടരും. സന്തോഷവും സുഖാനുഭവങ്ങളൊക്കെ ഉണ്ടാകും ദാമ്പത്യ ബന്ധത്തിൽ. അവസാനത്തെ പകുതി ആ സൂര്യനൊക്കെ 7-ലേക്ക് രാശി മാറുന്നത് ദാമ്പത്യ ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ ട്രബിൾസ്, ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇവയൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. സൂര്യൻ 7-ലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 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 ഈഗോ ഇഷ്യൂസ് ദമ്പതിമാരുടെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ജീവിത പങ്കാളിയിൽ ഒരു സംശയം അല്ലെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ തർക്കമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ ദാമ്പത്യ ബന്ധത്തിൽ ഒരു കെയർ വേണം, പ്രത്യേകിച്ച് അവസാന പകുതി. അതുപോലെ നമ്മൾ എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹാർദ്ദങ്ങളിലൊക്കെ ഒരു കെയർ വേണം. ചിലപ്പോൾ അവരുമായിട്ടുള്ള ഇൻറ്റിമസി വഴി എന്തെങ്കിലുമൊക്കെ അപവാദങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഒരു അകലം പാലിക്കുന്നത് നല്ലതാണ്. അതുപോലെ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ ഈ 4-ലേക്ക് രാഹു രാശി മാറുകയാണ് മെയ് 18-ന്. അപ്പോൾ കുജനാണെങ്കിൽ 4-ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. കുജന് 6-ാം ഭാവാധിപത്യം കൂടെയുണ്ട്. അപ്പോൾ ഈ 6-ാം ഭാവാധിപനായിട്ടുള്ള കുജനാണ് 4-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ഡൊമസ്റ്റിക് മാറ്റേഴ്സിൽ ഒരു സന്തോഷം ഉണ്ടാക്കണമെന്നില്ല. അപ്പോൾ ഗുരുദൃഷ്ടിയൊക്കെ 14 മുതൽ 4-ൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ അത്തരം പ്രശ്നങ്ങൾ നിയന്ത്രിക്കുന്നതിന് ആ ഗുരുവിൻ്റെ 4-ലെ ദൃഷ്ടിക്ക് കഴിയും. തർക്കങ്ങളൊക്കെ നിയന്ത്രിക്കാനൊക്കെ അത് സഹായകമാണ്. അപ്പം പൊതുവെ നമുക്ക് അനാവശ്യമായിട്ടുള്ള ഒരു ഭയം, ഉത്കണ്ഠ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് കഴിവതും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പോകാൻ ഈ കുറുകാരെ ശ്രദ്ധിക്കുക. മെയ് 1, 2, 11, 12, 25, 26, 29, 30 ഈ തീയതികൾ പൊതുവെ അനുകൂലമല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളെ മംഗളകർമ്മങ്ങൾ, എന്തെങ്കിലും ശുഭകർമ്മങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഈ ദിവസങ്ങളിൽ ആകാതിരിക്കണം. ഇനി അതുപോലെ തന്നെ നമ്മൾ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുകയാണെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ അത്തരം സംരംഭങ്ങൾ തുടങ്ങാതിരിക്കുക. അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നുവെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം വൃശ്ചിക കൂറുകാരുടെയും വൃശ്ചിക ലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ്. അപ്പോൾ വൃശ്ചിക കൂറിലെയും വൃശ്ചിക ലഗ്നക്കാരുടെയും ഫലമാണ്. അപ്പോൾ വൃശ്ചിക കൂറിൽ പെടുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലർ മാത്രമേ വൃശ്ചിക ലഗ്നമായിട്ട് വരാറുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം വ്യത്യസ്ത ലഗ്നരാശിയിൽ വരാം. അപ്പോൾ വൃശ്ചിക കൂറും വൃശ്ചിക ലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് ഏകദേശം ഈ ഫലം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
അതേസമയം ലഗ്നരാശികൾ വ്യത്യസ്തമായിട്ട് വരുന്ന വൃശ്ചികക്കൂറിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക. കാരണം ഈ കൂറിലെ ഒരു നക്ഷത്രക്കാരനെ നമ്മൾ എടുത്താൽ തന്നെ അതിൽ ആ 10 പേരെ നമ്മൾ എടുത്താൽ ആ 10 പേർക്കും വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. കാരണം അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ലഗ്നരാശികൾ വരുന്നു. അപ്പം വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. മാത്രമല്ല, നമ്മൾ ഈ കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ്. അതുകൊണ്ട് ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.